ഇവിടെ എക്സിറ്റ് പോളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു. കേരളത്തിലെ മൂന്നാമത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി നാം എല്ലാവരും പ്രവർത്തിച്ചത്. അത് സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ എല്ലാ കാലഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ റിസൾട്ട് പ്രഖ്യാപന ഈ രൂപത്തിൽ ഉണ്ടാവാറുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തോക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണി ചെയ്തതുപോലെ 4-5 മുഖ്യമന്ത്രിമാരെയൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇത് റിസൾട്ട് വന്നതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും യോഗം ചേർന്ന് ഈ ഗവൺമെന്റ് നയിക്കുവാൻ വേണ്ടി ഇന്നിപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ LDFിനെ നയിക്കുവാൻ വേണ്ടി പിണറായി വിജയനാണെന്ന്. അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഉള്ള തീരുമാനം കൈക്കൊള്ളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം ഞാൻ BJPക്കാരോട് പറയാം. BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ഒരു സീറ്റുണ്ടായിരുന്നു. ഇപ്രാവശ്യം പ്രവചിക്കുന്നവരും ഒക്കെ തന്നെ പറയുന്നത് 4 സീറ്റ് 5 സീറ്റെന്ന്. ഒരു കാര്യം ഞാൻ തീർത്തും പറയാൻ ആഗ്രഹിക്കുന്നു. BJPയുടെ കേരളം സംസ്ഥാന നിയമസഭയിലേക്കുള്ള അക്കൗണ്ട് ഞങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി വലിയ പ്രയാസമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏറ്റപ്പൂട്ടിട്ട് കൂട്ടിയൊക്കെയാണ്. അത് തുറക്കുന്ന കാര്യം വലിയ പ്രയാസമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.